ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിറ്റ് ബേബി സീസൺ 2 8ാമത്തെ എപ്പിസോഡാണ്. ഫസ്റ്റ് തന്നെ പറയാം, എനിക്കാണെങ്കിൽ ജലദോഷമൊക്കെ ഉണ്ട്, മൂക്കടങ്ങിയിരിക്കുകയാണ്. സോ ഇടയ്ക്ക് എൻ്റെ വോയിസ് മേ ബി ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്കിനി നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ ചാർലി ആണെങ്കിൽ ജെഫിൻ്റെ പവറെല്ലാം അവൻ്റെ പവറാക്കി മാറ്റാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ അവൻ തലയിറങ്ങി വീഴുകയും ചെയ്തായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് ബേബെ എല്ലാം അതറിഞ്ഞിട്ട് ചാർലീനെയും ജെഫിനെയൊക്കെ ഉടനെ തന്നെ പീറ്റിൻ്റെ ലാബിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ക്രിസ് ആണെങ്കിൽ ചാർലീനെ പരിശോധിക്കുന്നുണ്ട്. അവൻ്റെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും ക്രിസ് പറയുന്നുണ്ട്, കുറച്ച് കോംപ്ലിക്കേഷനാണ്. നമ്മൾ പവർ മാറ്റാനുള്ള ആ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ നമ്മൾ ചാർലി ട്രൈ ചെയ്യുന്നുമുണ്ട്. എന്നാൽ അതൊന്നും ഇപ്പോൾ വർക്കാവുന്നില്ല. ചാർലിയുടെ പവർ ഇപ്പോൾ ഇരട്ടിക്കുകയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നേന്ന് ആ എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അതിനാണെങ്കിൽ ചാർലിയുടെ ഹെൽപ്പും വേണമെന്ന് പറയുന്നുണ്ട്. ബേബി ആ സമയം ചാർലീനെ അങ്ങനെ വിട്ടുതരാനൊന്നും പറ്റത്തില്ല. നിങ്ങൾക്കാണെങ്കിൽ പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചാൽ മതി. ചാർലീനായിട്ട് കഷ്ടപ്പെടുത്താനോ അവന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ക്രിസ് പറയുന്നുണ്ട്, പക്ഷേ ചാർലി ആയിട്ട് തന്നെയല്ലേ ജെഫിൻ്റെ പവറും കൂടെ അവൻ്റെ പവറാക്കി മാറ്റിയത്. അതുകൊണ്ടല്ലേ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച മരുന്ന് വർക്കാവാതെ പോയത്. അപ്പോൾ പിന്നെ ചാർലിയാണ് ഇതിൽ തെറ്റ് ചെയ്തത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ചാർലി ആ സമയം ബേബിയുടെ അടുത്ത് പറയുന്നുണ്ട്, ബേബി ഞാൻ ഓക്കെയാണ്, ഈ എക്സ്പെരിമെൻറ്റിൽ ഞാൻ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ചാർലിയുടെ വാശിക്ക് ബേബി ആണെങ്കിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. ആ ഒരു എക്സ്പെരിമെൻറ്റ് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എൻഡിങ് വരെ കൂടെ നിൽക്കാൻ ചാർലി സമ്മതിക്കുന്നുണ്ട്. ഇതേ സമയം പീറ്റ് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് പീറ്റിനെ കെൻഡ കോൾ ചെയ്യുന്നത്. അങ്ങനെ പീറ്റ് മാറി എന്ന് സംസാരിക്കുമ്പോൾ കെൻഡ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ഒരു ബിൽഡിങ് കണ്ടുപിടിച്ചു. അതാണെങ്കിൽ കണ്ടിട്ട് ടോണിയുടെ ലാബാണോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ഞാനെന്തായാലും അത് അന്വേഷിക്കാനായിട്ട് പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പീറ്റ് ഞാനും ജോയിൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കെൻഡ അപ്പോൾ എങ്കിൽ പിന്നെ ഇത് പറഞ്ഞ ആരും നീ ആരടുത്തും പറയണ്ടെന്ന് പറയുമ്പോൾ പീറ്റ് ഓക്കെ ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുകയാണ്. അടുത്ത് കാണിക്കുന്നത് പീറ്റ് ഇപ്പോൾ കിമ്മിൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ വെച്ച് കിമ്മും കെൻഡയും പീറ്റും സംസാരിക്കുമ്പോൾ കെൻഡ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് തന്നെ ആ ഒരു ബിൽഡിങ്ങിൽ പോയിട്ട് അത് ടോണിയുടെ ലാബാണോ ഇല്ലേന്ന് അന്വേഷിക്കുമെന്ന്. ആ സമയം പീറ്റ് പറയുന്നുണ്ട്, നീ വെറുതെ ഒറ്റയ്ക്ക് ചെന്ന് ചാടിയിട്ട് അപകടത്തിലാവണ്ട, നീ പതുക്കെ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി, ഒറ്റയടിക്ക് എടുത്ത് ചാടല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം കെൻഡ, നമ്മളിങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, ടോണി എന്തായാലും ചുമ്മാ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കാരണം അയാൾ ഇപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് കാണും. അതുകൊണ്ട് ഇനി നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ പീറ്റ് പറയുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും സംഭവിക്കാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന്. അടുത്ത് പിന്നീട് ചാർലീനെ കാണിക്കുമ്പോൾ ഇപ്പോൾ ചാർലിയും ബേബിയും കൂടെ ആയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. ആ ടൈമിൽ ബേബി ആണെങ്കിൽ ചാർലിനെ അവൻ്റെ കൂടെ നിർത്തുവാണ്. ആ സമയം ബേബി ചാർലിയുടെ അടുത്ത് പ്രത്യേകം പറയുന്നുണ്ട്, എനിക്കറിയാം നമ്മൾ രണ്ടുപേരും വീണ്ടും പഴയതുപോലെ ആയിട്ടില്ല എന്ന് വെച്ച് നമ്മളിപ്പോൾ ഒരുമിച്ച് താമസിക്കുന്നു കരുതിയിട്ട് ഞാൻ നിന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യത്തില്ല. നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പഴയതുപോലെ എൻ്റെ കൂടെ നിന്നാൽ മതി. പക്ഷേ ഇപ്പോൾ നിന്നെ നോക്കാൻ പോകുന്നത് ഞാനായിരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയം അലൻ വന്നിട്ട്, ഒരു സമയത്ത് നിങ്ങൾ കണ്ടിട്ട് സ്നേഹിക്കും, അടുത്ത സമയത്ത് അടിയുണ്ടാക്കും, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഈ കാലത്തോളം തീരോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ബേബി അപ്പോൾ അലൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനിന്ന് പ്രാക്ടീസിന് വരുന്നില്ല, ഞാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് ചാർലീനെ നോക്കാൻ പോവാണെന്ന്. എന്നാൽ ചാർലി പറയുന്നുണ്ട്, ഇല്ല നീ പ്രാക്ടീസിന് പൊക്കോ, എന്തായാലും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ട ടൈമല്ലേ, നീ പൊക്കോ, എന്നെ ഇവിടെ നോക്കാനായിട്ട് ജെഫ് ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെഫ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയില്ലെങ്കിലും ചാർലീനെ നോക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റുമെന്ന്. എന്നാൽ അലനും അപ്പോൾ പറയുന്നുണ്ട്, ബേബി പറയുന്നത് ശരി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോയാൽ ശരിയാകത്തില്ല എന്ന് പറയുമ്പോൾ ചാർലിയും ജെഫും പറയുന്നുണ്ട് കുഴപ്പമില്ലാന്ന്. അങ്ങനെ അലനും ബേബിയും ഓക്കെ പോകാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ബേബി ആണെങ്കിൽ ചാർലിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തുണ്ടെങ്കിലും അപ്പോൾ തന്നെ എന്നെ കോൾ ചെയ്യണമെന്ന്. അടുത്ത് ബേബി അലനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവരുടെ ആ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും ഓൾറെഡി അവിടെ സോണിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ സോണിക്കിനെ കാണുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നീയും വന്നോ എന്ന്. ആ സമയം സോണിക്ക് പറയാണ്, അത് പിന്നെ ഇവിടുത്തെ മെക്കാനിക്കായിരുന്നു ഡീനിനെ പിടിച്ചിട്ട് നിങ്ങളിപ്പോൾ റേസറാക്കിയില്ലേ, അപ്പോൾ പിന്നെ കാറൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഞാനും ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവൻ അത്രയ്ക്ക് വിശ്വസിക്കാമെന്ന് വേണ്ട, ഒരിക്കൽ അവൻ നമ്മളെ ചതിച്ചല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അലനും ബേബിയും പറയുന്നുണ്ട്, അവനൊരു ചാൻസ് കൊടുത്തു നോക്ക്, നീയാണെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ അവനെ സംശയിക്കാൻ നിൽക്കണ്ടാന്ന്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഡീനിനും സങ്കടം വരുന്നുണ്ട്. ആ സമയം സോണിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബേബി പറയാണ്, നിനക്ക് ഞങ്ങളെക്കുറിച്ച് ഓർത്ത് അത്രയും ടെൻഷനുണ്ട്, അവൻ വീണ്ടും എന്തെങ്കിലും ചെയ്യുമെന്ന് ഓർത്ത് പേടിയുണ്ടെങ്കിൽ നീയാണെങ്കിൽ അങ്ങ് എബ്രോഡ് പോകണ്ട, ഇവിടെ തന്നെ നിൽക്കാൻ പറയുന്നുണ്ട്. എന്നാൽ സോണിക്ക് പറയുന്നുണ്ട്, അതൊന്നും നടക്കൂല, എനിക്ക് എബ്രോഡ് പോയിട്ട് ഇനിയും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ കാർ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ നോർത്താണെങ്കിൽ സോണിക്കിനോട് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും സോണിക്കാണെങ്കിൽ പ്രാക്ടീസിന് ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. അതേസമയം അലനും ബേബിയും കൂടെ ആയിട്ട് നേരെ ഡീനിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഡീനാണെങ്കിൽ ഇത് കേട്ടോണ്ടിരുന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ റേസറായത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവത്തില്ലല്ലേ എന്ന്. ആ സമയം ബേബി അലനും പറയാണ്, അങ്ങനെയൊന്നുമില്ല, നീയാണെങ്കിൽ നിൻ്റെ കഴിവ് തെളിയിക്ക്, നീ നിന്നെ സ്വയം പ്രൂവ് ചെയ്യ്, ഒരു ദിവസം എല്ലാവരും നിന്നെ വിശ്വസിക്കും, നീയാണെങ്കിൽ ഇന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബേബി പ്രാക്ടീസിന് റെഡി ആവാനായിട്ട് പോകുന്നുണ്ട്. അടുത്ത് പിന്നീട് ചാർലീനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാണ്. അവനിപ്പോൾ ജെഫിൻ്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ ജെഫിന് കാണാൻ പറ്റുന്ന പോലെ ഒരു ഫ്യൂച്ചർ അവന് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ വില്ലി അവൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് അവൻ കാണുന്നത്. പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് തന്നെ പേടിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ജെഫ് വന്നിട്ട് ചാർലീനെ എഴുന്നേൽപ്പിച്ചിട്ട് എന്ത് പറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ചാർലി അപ്പോൾ ഞാൻ കണ്ടു, ഞാൻ
വില്ലീനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ സമയം ജെഫ് ഒന്ന് ടെൻഷൻ ആവുകയാണ്. അടുത്ത് പിന്നീട് ബേബേനെയൊക്കെ കാണിക്കുമ്പോൾ അവരിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ ഡീന് നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് അലൻ സോണിക്കിനോട് പറയുന്നുണ്ട്. സോണിക്കപ്പോൾ ശരിയാ, പക്ഷേ ബേബേ തീരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. ആ ടൈമിൽ തന്നെ അവർ മൂന്നുപേരും ഒരു റൗണ്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് കാർ കൊണ്ട് ഒതുക്കുന്നുണ്ട്. കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ബേബെ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ തീരെ ശ്രദ്ധിച്ചില്ലായിരുന്നു, നമുക്ക് ഒന്നുകൂടെ ചെയ്യാമെന്ന്. അലൻ ആ ടൈമിന് പറയുന്നുണ്ട് ബേബേയുടെ അടുത്ത്, നീയാണെങ്കിൽ ചാർലിനെ കുറിച്ച് ഓർത്ത് ടെൻഷനായിട്ടിരിക്കുകയാണെങ്കിൽ നീ പോയി കുറച്ച് റെസ്റ്റ് എടുക്ക്, കുറച്ച് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യാമെന്ന്. ബേബി അപ്പോൾ കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കാറിൽ കയറാൻ നിൽക്കുമ്പോഴാണ് ജെഫാണെങ്കിൽ അലനെ കോൾ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് ഇതുപോലെ ചാർലി ആണെങ്കിൽ പെട്ടെന്ന് എന്തോ ഒരു ഫ്യൂച്ചർ കണ്ടു, ഉടനെ തന്നെ അവൻ തല ഇറങ്ങി വീണു. ഇത് കേട്ടോണ്ടേ അലനും ബേബിയും കൂടെ ആയിട്ട് ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ ചെന്നത് പീറ്റിൻ്റെ ലാബിലേക്കാണ്. കാരണം ചാർലീനെ ജെഫ് കൊണ്ടുവന്ന് അങ്ങോട്ടേക്കായിരുന്നു. അവിടെ എത്തുമ്പോൾ ബേബി ആണെങ്കിൽ പീറ്റിനോട് ചോദിക്കുന്നുണ്ട് ചാർലീനെ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലാന്ന്. ആ സമയം പീറ്റ് പറയാണ് ഇവിടെയാണ് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള സ്ഥലം, അവനെ ഇവിടെ വെച്ച് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. ആ സമയം ജെഫ് പറയുന്നുണ്ട് ഞാനും ഇതുപോലെ എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ കാണുവാണെങ്കിൽ എനിക്ക് എൻ്റെ പവർ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഞാൻ തലറിഞ്ഞ് വീഴാറുണ്ട്. സോ സെയിം സംഭവമാണ് ഇപ്പോൾ ചാർലിക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന്. അലനും ബേബി അപ്പോൾ ചാർലി എന്ത് ഫ്യൂച്ചറാണ് കണ്ടേന്ന് നോക്കുമ്പോൾ ജെഫാണെങ്കിൽ ഒന്ന് മടിച്ച് വില്ലീനെയാണ് കണ്ടത്. വില്ലി നിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നതായിട്ടാണ് അവൻ കണ്ടേന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് ബേബി ഷോക്കായിട്ട് വില്ലി അങ്ങനെ എൻ്റെ വീട്ടിലോട്ട് വരും എന്നിങ്ങനെ പറയുമ്പോൾ ജെഫ് പറയുന്നുണ്ട് ഞാൻ കണ്ട ഫ്യൂച്ചറെല്ലാം നടന്നിട്ടുണ്ട്. സോ ചാർലി ഇപ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ നടക്കാനായിട്ട് ചാൻസ് ഉള്ളൊരു കാര്യമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതേ ടൈമിൽ ക്രിസ് പറയുന്നുണ്ട് ചാർലിയുടെ ബോഡി ആണെങ്കിൽ ഒന്ന് കൺട്രോൾഡ് ആക്കണമെങ്കിൽ നമ്മളാണെങ്കിൽ അവന് ആ ഒരു പവർ കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കണം. പക്ഷേ ആ ഒരു മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് അത് മറ്റൊരാളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആരിൽ ടെസ്റ്റ് ചെയ്യും, ആരെങ്കിലും ആ ടെസ്റ്റിന് റെഡിയായേ പറ്റത്തുള്ളൂ. എന്തായാലും ചാർലിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ മോശമാണ്. അവനാണെങ്കിൽ നമ്മൾ മറ്റൊരാളെ ടെസ്റ്റ് ചെയ്തിട്ട് ആ മരുന്ന് കൊടുക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയം ബേബി ഞാൻ ടെസ്റ്റിന് ഒരുങ്ങാമെന്ന് പറയുമ്പോൾ ക്രിസ് പറയുന്നുണ്ട് പക്ഷേ നിൻ്റെ പവറൊക്കെ നീ മുമ്പേ ചാർലിക്ക് കൊടുത്തതല്ലേ, നിൻ്റെ ഇപ്പോൾ പവറില്ലല്ലോ. അതേപോലെ തന്നെ ജെഫിൻ്റെ സിറ്റുവേഷനും നമ്മളിനി ആരെ എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ പീറ്റ് ഞാൻ വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം പക്ഷേ അലനൊക്കെ പറയാണ് പീറ്റ് നീ പോണ്ട, കാരണം ടോണി എന്തെങ്കിലും ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ പവറുള്ള ഒരാളെങ്കിലും നമ്മളോട് ബാക്കി വേണമെന്ന്. എന്നാൽ ആ കൂട്ടത്തിൽ പവറുള്ള മറ്റാരും തന്നെ ഇനി ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ പീറ്റ് തന്നെ ഇറങ്ങാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. ഇവർ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന ഒരു മരുന്ന് പീറ്റ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ പീറ്റിൻ്റെ ബോഡിയിൽ ഒരു റിയാക്ഷനും ആ മരുന്ന് ഉണ്ടാക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് പീറ്റിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് ക്രിസ്സാണ്. അതിനാണെങ്കിൽ പീറ്റ് താങ്ക്സ് പറയുമ്പോൾ ക്രിസ് ആണെങ്കിൽ ഞാൻ ഒന്ന് വാഷ്റൂം യൂസ് ചെയ്തോട്ടെ എന്നിങ്ങനെ ചോദിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആ സമയം പീറ്റിന് ഒരു കോൾ വരുന്നതുകൊണ്ട് തന്നെ പീറ്റ് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ക്രിസ് മുകളിലത്തെ നിലയിലേക്ക് പോയിട്ട് പീറ്റിൻ്റെ ഓഫീസിൽ കയറി എന്തൊക്കെയോ അന്വേഷിക്കുന്നുണ്ട്. അവിടെ നിന്ന് അവന് എന്തോ കവർ ചെയ്യുന്നു, എന്തോ കാർഡോ സംഭവം എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് അവൻ താഴേക്ക് വന്ന് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ആ സമയം കോൾ കട്ട് ചെയ്തിട്ട് പീറ്റ് വന്നിട്ട് ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ ഇപ്പോൾ മുകളിൽ എൻ്റെ ഓഫീസിലോട്ട് പോയോ, എന്തിനാ പോയെന്ന്. ആ സമയം ഇവരാണെങ്കിൽ അത് പിന്നെ നീ ഒരു CEO ആയിട്ടുള്ള പയ്യനെന്നല്ലേ പറയുന്നത്, നീയാണെങ്കിൽ പക്ഷേ വർക്കൊന്നും ചെയ്യുന്ന കാണുന്നില്ല, നീ ഫുൾ ടൈം ലാബിൽ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ പിന്നെ ഈ ഒരു റിസർച്ചേഴ്സിനൊക്കെയും റിസർച്ചിന് വേണ്ടിയിട്ടുള്ള പൈസ നീ എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് നിൻ്റെ ഓഫീസിലോട്ടൊന്ന് കയറി നോക്കിയതാണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ പീറ്റ് തടഞ്ഞിട്ട് ഇവൻ സത്യമാണോ കള്ളമാണോ പറയുന്നതെന്ന് അവൻ്റെ പവർ വെച്ചിട്ട് നോക്കുന്നുണ്ട്. നോക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ സത്യമായിരുന്നു പറയുന്നത്. ക്രിസ് അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എൻ്റെ നിൻ്റെ പവർ യൂസ് ചെയ്തല്ലേ എന്ന്. ആ സമയം പീറ്റ് അതെ നീ സത്യമാണ് പറയുന്നത്, എനിക്ക് നിന്നെ വിശ്വാസമായി എന്ന് പറയുന്നുണ്ട്. ക്രിസ് അപ്പോൾ എങ്കിൽ ഓക്കെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. എന്നാൽ പീറ്റിന് അവൻ എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം പീറ്റും കെൻറ്റയും സംസാരിക്കുകയാണ്. കെൻറ്റ ഇത്രയും ദിവസം പീറ്റ് പറഞ്ഞതനുസരിച്ച് ഇതുവരെയായിട്ട് തന്നെ ആ ബിൽഡിങ്ങിലോട്ടും പോവാതെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവന് അവിടെ എന്താ സംഭവം, ആ ഒരു കവിന്ന് പറഞ്ഞ ആളെ പിടിച്ചു വെച്ച് ചോദിച്ചപ്പോൾ അയാൾ ഡീമൺ സ്നേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ അതെന്താണെന്ന് അറിയണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ അത് അന്വേഷിച്ച് പോകുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പീറ്റാണെങ്കിൽ എൻ്റെ ഒരാളെ ആ ബിൽഡിങ്ങിൻ്റെ ഓണർ ആരാന്നൊക്കെ അന്വേഷിക്കാനായിട്ട് വിട്ടിട്ടുണ്ട്, അവൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നീ പോയാൽ മതി, അപകടത്തിൽ ചെന്ന് ചാടണ്ടെന്ന് പറയുമ്പോഴത്തേക്കും കെൻറ്റ ആണെങ്കിൽ അതങ്ങ് ഓക്കെ പറഞ്ഞു കൊടുക്കുന്നില്ല. ആ സമയം കെൻറ്റ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു താക്കോലും കൂടെ എടുത്ത് പീറ്റിൻ്റെ കൈ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതെനിക്ക് മുമ്പ് വേ മരിക്കുന്നതിന് മുന്നേ തന്നതാണ്. വേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിന് ടോണിക്കാണെങ്കിൽ സീക്രട്ടായിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്നും മനിറ്റെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇതുപോലെ ടോണിയുടെ പവറെല്ലാം എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നും. എന്താണ് ഈ താക്കോലിന് പറയാനുള്ള രഹസ്യം, ഈ താക്കോലുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും എന്തോ ഒരു കാര്യമുണ്ട്, നമുക്കാണെങ്കിൽ ഒരുപക്ഷെ ഇത് ഉപയോഗപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് പീറ്റിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം അലനിരുന്ന് വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ടൈമിൽ അവൻ്റെ അടുത്ത് ജെഫ് വന്നിരുന്ന് സംസാരിക്കുന്നതാണ്. രണ്ടുപേരും ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹഗ്ഗൊക്കെ ചെയ്ത് റൊമാൻറ്റിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ അലന് കോൾ വരുന്നതുകൊണ്ട് തന്നെ അവൻ എടുക്കാനായിട്ട് പോവാണ്. എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന കോൾ ആയതുകൊണ്ട് തന്നെ അവൻ്റെ സർജറിയുടെ കാര്യം ഇതുവരെയായിട്ട് ജെഫിന് അറിയാത്തത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ മാറി ഇത് സംസാരിക്കുന്നുണ്ട്. ആ ടൈമിന് ഹോസ്പിറ്റലിലെ നേഴ്സ് വിളിച്ചിട്ട് നിങ്ങൾ നാളെ ചെക്കപ്പിന് വരണം, സർജറിക്ക് 6 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം അലൻ പറയുന്നുണ്ട് ഞാനിപ്പോൾ സർജറി ചെയ്യുന്നില്ല, ഞാൻ റെഡി അല്ലാന്ന്. ആ സമയം നേഴ്സ് പറയാണ് പക്ഷേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം, കാരണം നിങ്ങളുടെ കണ്ടീഷൻ മോശമാണെന്ന്. എന്നാൽ അലനാണെങ്കിൽ ഇല്ല ഞാൻ ഡോക്ടറിനോട്
സംസാരിക്കാം, ഇപ്പം വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നോർത്താണ്. നോർത്ത് ഇപ്പോൾ സോണിക്കിനെ ടീം എല്ലാവരും ചേർന്ന് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. എന്നാൽ സോണിക്ക് വന്നപ്പോൾ അവിടെ നോർത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സോണിക്ക് ബാക്കിയുള്ളവർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചാർലിയുടെ അടുത്ത് ബേബി ഇരിക്കുകയാണ്, അവർ വന്നില്ല. പിന്നെ ജെഫിനെ ആണെങ്കിൽ അലൻ വിട്ടതുമില്ല. പിന്നെ ഡീനിനെ കാണാൻ നിനക്ക് താല്പര്യം ഉണ്ടാവും തോന്നിയില്ല, അതുകൊണ്ട് അവനും വന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം സോണിക്ക് പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ എന്തിനാ ടീമിൻ്റെ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞത്, ഇവിടെ ഇപ്പം നീങ്ങാനും മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ പോകാനേ നിൽക്കുകയാണ്. എന്നാൽ നോർത്താണെങ്കിൽ ഇല്ല ഇല്ല നീ ഫുഡ് കഴിച്ചിട്ട് പോകും, ഞാൻ എന്തായാലും ഓർഡർ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് അവർ കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആട്ടേന് മുമ്പത്തെ പോലെ തന്നെ നോർത്ത് സോണിക്കിന് വേണ്ടിയിട്ട് ഫുഡ് എടുത്ത് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സോണിക്ക് മുമ്പത്തെ പോലെ അത്രയൊരു സ്നേഹം കാണിക്കുന്നില്ല. നോർത്തിന് അത് വിഷമം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നോർത്ത് അപ്പോൾ സോണിക്കിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ഡീനെ സംശയിക്കുന്ന നിർത്ത്, അവനാണെങ്കിൽ അവനെ സ്വയം പ്രൂവ് ചെയ്യാനായിട്ട് കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, അവനാണെങ്കിൽ ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വർക്കൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അസ്മി സോണിക്ക് പറയാണ്, ശരിയാണ് അവൻ സ്വയം പ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ അവനാണെങ്കിൽ ഒരിക്കൽ ടോണിയുടെ കൂടെ നിന്നിട്ട് നമ്മളെല്ലാവരും ചതിച്ചതാണ്, സോ വീണ്ടും അങ്ങനെ ചെയ്യത്തില്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല എന്ന്. സമയം സോണിക്ക് മുമ്പത്തെ പോലെയല്ല, ഭയങ്കര ഹാർഷായിട്ടാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നോർത്തിനെ എന്തോ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. എന്നാലും സോണിക്ക് ഡീനെ ഇങ്ങനെ വെറുക്കുന്നതുകൊണ്ട് തന്നെ നോർത്താണെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കുന്ന പോലെ ശരിയാ ഞാനും ഡീനെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സോണിക്ക് നോർത്തിൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ട്, നിനക്ക് സ്വന്തമായിട്ട് ഉറപ്പിച്ചൊരു തീരുമാനമില്ലേ, നീ എന്തിനാണ് ചുമ്മാ ഓരോന്ന് തോന്നുന്ന പോലെ വിളിച്ച് പറയുന്നത്, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ നോർത്തിന് ഭയങ്കരമായിട്ട് ഹേർട്ടാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നോർത്ത് ഒന്നും പുറത്ത് കാണിക്കാതെ എന്താ സോണിക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ സോണിക്ക് ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. നോർത്താണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വന്ന് കരയുന്നുള്ള സിറ്റുവേഷനിലായിരിക്കുകയും ചെയ്യുകയാണ്. അടുത്ത് കാണിക്കുന്നത് കെൻറ്റേനെയാണ്. കെൻറ്റ ഇപ്പോൾ വീട്ടിൽ നിന്നിട്ട് പീറ്റിനെ കോൾ ചെയ്യുമ്പോൾ അവൻ കോൾ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കെൻറ്റ, ഞാൻ നേരെ ആ ഒരു ടോണിയുടെ ബിൽഡിംഗ് എന്ന് പറയുന്ന അങ്ങോട്ടേക്ക് കയറി പോകാൻ പോവാണ്, ഇനി ഞാൻ വെയിറ്റ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകാനേ നിൽക്കുന്നുണ്ട്. എന്നാൽ കിം അവനെ വിടുന്നില്ല, നിന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ട എൻ്റെ ജോലിയാണ്, നിന്നെ അങ്ങനെ ടോണി പിടിച്ച് വെച്ചാൽ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് കിം അവനെ വിടാതിരിക്കുന്നുണ്ട്. എന്നാൽ കെൻറ്റ എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ കിമ്മാണെങ്കിൽ ഒരിക്കലെങ്കിലും ഞാൻ പറയുന്നത് നിനക്കൊന്ന് കേട്ടൂടെ എന്ന് പറയുമ്പോൾ കെൻറ്റ തിരിച്ച് ചോദിക്കുന്നുണ്ട്, അതിന് നീ എൻ്റെ ആരാണെന്ന്. ആ സമയം കിമ്മ നിൻ്റെ ഫ്രണ്ട്, നിൻ്റെ കൂടെ ഇപ്പോൾ താമസിക്കുന്ന ആൾ, എന്തൊക്കെ റീസൺസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ കെൻറ്റ അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. കിമ്മിനെ മാറ്റിയിട്ട് പോകാനേ നിൽക്കുമ്പോൾ കിമ്മ് പെട്ടെന്ന് കെൻറ്റേനെ പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കെൻറ്റേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഫുൾ ടൈം പീറ്റിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാതെ എനിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് പറയുന്നുണ്ട്. അതിൽ ജസ്റ്റ് കെൻറ്റ ഒന്ന് തലയാട്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് കെൻറ്റ പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ഞാനാണെങ്കിൽ ഇപ്പം തന്നെ ബിൽഡിങ്ങിലോട്ട് പോകും, നീ എൻ്റെ കൂടെ വേണമെങ്കിൽ വരാൻ പറയുന്നുണ്ട്. ആ സമയം കിമ്മ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ പോകുന്നുണ്ട്. അടുത്ത് ക്രിസിനെ കാണിക്കുമ്പോൾ ക്രിസ് ഇപ്പോൾ പീറ്റ് ഇല്ലാത്ത ടൈമിന് അവൻ്റെ ഓഫീസിലേക്ക് കയറിയിട്ട് എന്തോ അന്വേഷിക്കുന്നുണ്ട്. കണ്ടിട്ട് വേഗിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണെന്ന് തോന്നുന്നു. എന്നാൽ പീറ്റ് ആ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു, ക്രിസിനെ കൈയോടെ പൊക്കുന്നുമുണ്ട്. അങ്ങനെ പീറ്റാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, പിന്നെ ആരയച്ചത് സത്യം തുറന്ന് പറയാനായിട്ട്. പീറ്റിൻ്റെ കയ്യിൽ ഒരു തോക്കും ഉണ്ടായിരുന്നു. അടുത്ത് പിന്നെയാണ് ബേബേനെയും ചാർലീനെ കാണിക്കുമ്പോൾ ചാർലി ഇപ്പോഴും ബോധമില്ലാതെ പീറ്റിൻ്റെ ലാബിൽ ഇരിക്കുകയാണ്. ബേബേ ആണെങ്കിൽ ചാർലിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ചാർലിയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, എല്ലാം പെട്ടെന്ന് തന്നെ ഓക്കെ ആവുമെന്ന്. അടുത്ത് വീണ്ടും കിമ്മിനെയും കെൻറ്റേനെയും കാണിക്കുമ്പോൾ അവരാ ഒരു ബിൽഡിംഗ് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിൽക്കുന്ന ഗാർഡ്സ് അവരെയൊക്കെ കണ്ണു വെട്ടിച്ച് എങ്ങനെയൊക്കെയോ ഫയലും ഡീറ്റെയിൽസൊക്കെ ഇരിക്കുന്ന റൂമിൻ്റെ അകത്തേക്ക് കയറിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആൾക്കാർ വരുന്നതിന് മുമ്പേ എന്തെങ്കിലും കിട്ടുന്ന ഇൻഫർമേഷൻ അന്വേഷിക്കാനായിട്ട് പറയുന്നുണ്ട്. അവിടെ ഇപ്പോൾ ഒരു സൈഡിലായിട്ട് കുറേ ഫയൽസ് ഇരിക്കുന്നവർ കാണുന്നുണ്ട്. അതിലെല്ലാത്തിലും ടോണിയാണെങ്കിൽ നോർമലായിട്ടുള്ള ആൾക്കാരെ എക്സ്പെരിമെൻറ്റ് വഴി പവറുള്ളവരാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. അങ്ങനെ നോക്കി നോക്കി വരുമ്പോൾ ഒരു ഫയൽ വില്ലിയുടെ ആയിരുന്നു. അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വലിയൊരു നോർമൽ പയ്യനായിരുന്നു, ടോണിയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് അവന് പവറുള്ള പയ്യനാക്കിയെന്ന്. അവൻ്റെ പവർ എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. നോക്കുമ്പോൾ ടൈം മാനിപ്പുലേഷൻ, അതായത് സമയം നിർത്താനും ഒക്കെ അവന് കഴിയും. വില്ലിക്ക് അങ്ങനെ ഒരു പവറാണ് ഉള്ളതെന്ന് കാണുമ്പോഴത്തേക്കും കിമ്മും കെൻറ്റയും ഷോക്കാവുന്നുണ്ട്. കെൻറ്റ ഉണ്ടെങ്കിൽ തന്നെ കിമ്മിൻ്റെ അടുത്ത് അതൊക്കെ ഫോട്ടോ എടുത്ത് വെക്കാൻ പറയുന്നുണ്ട്. കിം അതൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം തന്നെ അങ്ങോട്ടേക്ക് ആൾക്കാർ വരുന്ന കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി മറ്റൊരിടത്ത് ചെന്ന് മാറി നിൽക്കുകയാണ്. എന്നിട്ട് പതുക്കെ എസ്കേപ്പ് ആവാനൊരു അവസരം കിട്ടുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ ഇവരെ കാണുകയാണ്. പെട്ടെന്ന് തന്നെ കെൻറ്റ ആ പയ്യനെ അടിച്ചിടുന്നുണ്ട്. എന്നാൽ ആ ഒരു ടൈമിന് അലാറം റിങ് ആവാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവിടെ ഉള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് പുറത്തുനിന്ന് ആരോ കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെ ഇവരൊന്ന് ഒളിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല മനസ്സിലാകുമ്പോൾ കെൻറ്റ കിമ്മിൻ്റെ അടുത്ത്, നീ എങ്ങനെയും പുറത്തിറങ്ങി, ഞാൻ അവരെ ഡിസ്ട്രാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ പോകുന്നുണ്ട്. എന്നാൽ കെൻറ്റ ആണെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അവരെല്ലാവരും കെൻറ്റേനെ വളയുകയും പിടിച്ചു വെക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ കെൻറ്റയ്ക്ക് പുറത്ത് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആവുന്നുണ്ട്. അടുത്ത് പീറ്റിനെ കാണിക്കുകയാണെങ്കിൽ ക്രിസിൻ്റെ അടുത്ത് സത്യങ്ങൾ തുറന്നു പറയാൻ പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ വേയിനെ മുമ്പ് പരിചയമൊന്നുമില്ല, എന്നാൽ ഞാൻ വേയിനെ ആദ്യമായിട്ട് കാണുന്നത് റേസിങ്ങിൻ്റെ ന്യൂസൊക്കെ കാണുമ്പോഴാണ്. ആ സമയം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാനും അവനും കാണാൻ എന്താ ഒരുപോലെ ഇരിക്കുന്നതെന്ന്. അങ്ങനെ ഞാനാണെങ്കിൽ അവനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഞാനും അവനും തമ്മിൽ
തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന്. അതിൽ നിന്ന് വലുതായിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, എനിക്ക് ടോണിയുടെ അതേ ചോരയാണുള്ളത്. അപ്പോൾ എനിക്ക് സംശയം വരാൻ തുടങ്ങി, വേയും ഞാനും ടോണിയുടെ മക്കളാണോ എന്നൊരു കാര്യം. പക്ഷേ അതെനിക്ക് ഇതുവരെയായിട്ട് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പീറ്റിന് ഇവൻ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ പീറ്റിൻ്റെ പവർ വെച്ചിട്ട് താൻ കള്ളമാണോ സത്യമാണോ പറയുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് ക്രിസ് പറയുന്നുണ്ട്. പീറ്റ് ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും അവൻ സത്യം തന്നെയായിരുന്നു പറയുന്നുണ്ടായിരുന്നത്. ആ സമയം തന്നെ പീറ്റിന് കോൾ വരുന്നുണ്ട്. നോക്കുമ്പോൾ കിം ആയിരുന്നു. കിം വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇതേപോലെ കെൻഡേനെ അവർ പിടിച്ചു വെച്ചു എന്ന്. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് വില്ലിക്കൊരു പവർ ഉണ്ട്, അതെന്ന് പറയുമ്പോൾ ടൈം മാനിപ്പുലേഷൻ ആണെന്നുള്ള കാര്യം. അടുത്ത് ബേബിനെ കാണിക്കുമ്പോൾ ബേബി ആണെങ്കിൽ ചാർലിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ടൈമിനാണ് അവനെ പീറ്റ് കോൾ ചെയ്തിട്ട് ഇതേപോലെ കിം ഇപ്പോൾ വിളിച്ചു, ശരിക്കും വില്ലിക്ക് ഒരു പവർ ഉണ്ട്. എന്നാൽ അവൻ്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം നിർത്താൻ പറ്റും, ടൈം മാനിപ്പുലേഷൻ ആണെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ബേബി ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. അവൻ കോൾ കട്ട് ചെയ്തിട്ട് നേരെ ചാർലിയുടെ അടുത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്നതും പെട്ടെന്ന് അങ്ങോട്ടേക്ക് വില്ലി വന്നിട്ട് ബേബിനെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. ബേബി അപ്പോൾ എന്നെ വിടാനായിട്ട് പറഞ്ഞിട്ട് അവനെ അടിക്കാനായിട്ട് പോകുന്നതും പെട്ടെന്ന് വില്ലി അവൻ്റെ പവർ ഉപയോഗിച്ച് ടൈം സ്റ്റോപ്പ് ആവുന്നുണ്ട്. അങ്ങനെ വില്ലി ഒഴിച്ച് മറ്റെല്ലാം ബേബി ഉൾപ്പെടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട് അവിടെ. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ബൈ.